അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്രഹാം എന്തിനാണ് ഇത്രയധികം കഅബയെ വെറുത്തിരുന്നത്? അദ്ദേഹം 60,000 സൈന്യവുമായി എന്തിനാണ് കഅബയെ ആക്രമിച്ചത്? കഅബ അറബികളുടെ ഏറ്റവും പുണ്യമേറിയ സ്ഥലമായി മാറിയിരുന്നു. അറബ് ലോകമെമ്പാടുമുള്ള ആൾക്കാർ മക്കയിൽ ആരാധിക്കാൻ എത്തിച്ചേർന്നിരുന്നു. ആ കാലത്ത് മക്കയുടെ ആൾക്കാർ കച്ചവടത്തിൽ കുറെ സമ്പത്തുകൾ നേടിയിരുന്നു. ഈ കാരണത്തിൽ അബ്രഹാമിന് വളരെ ദ്വേഷം വരാൻ കാരണമായി. ഈ എളിയ സമുദായത്തിൽ രാജാവും സർക്കാരും ഇല്ലാത്തവർ എന്തിനു വേണ്ടി മുഴുവൻ അറബികളുടെ കേന്ദ്രമായിരിക്കുന്നത്? അതിനുവേണ്ടി അവനവന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ സലഹിൽ ഒരു വലിയ ചർച്ച് നിർമ്മിച്ചു. ആളുകളെല്ലാം കഅബയെ ഉപേക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ അടുക്കൽ വരാൻ വേണ്ടി. പക്ഷേ ഈ പദ്ധതി പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇതിന് ശേഷം അബ്രഹാമിന് ഒരേ വഴിയുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കഅബയെ തകർക്കണം. അബ്രഹാം ഏതൊരു രാജകുടുംബത്തിൽ ജനിച്ചതായിരുന്നു, മറിച്ച് റോമൻ സാമ്രാജ്യത്തിലെ ഒരു ചെറിയ നഗരത്തിലെ ഒരു ചെറിയ കച്ചവടക്കാരന്റെ അടിമയായിരുന്നു. യഥാർത്ഥത്തിൽ പ്രശ്നം യമനും അബുഷയുടെ യുദ്ധം വളരെ പണ്ട് നടന്നുകൊണ്ടിരുന്നു. ബിക്കോസ് യമൻ വാസ് ഡോമിനേറ്റഡ് ബൈ ജൂസ്, പറഞ്ഞാൽ യഹൂദി. അബുഷയിൽ എല്ലാവരും ക്രിസ്ത്യനായിരുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ആദ്യം യഹൂദികൾ ആക്രമിച്ചു. അബുഷയുടെ ക്രിസ്ത്യൻ നാട്ടുകളിൽ വലിയ നാശം വിളിച്ചു. അതുകൊണ്ട് തന്നെ സൂപ്പർ പവർ റോമൻ എംപയറിന് ഇതിൽ വളരെ ദ്വേഷം വന്നു. അന്ന് ക്രിസ്ത്യന്മാർ നല്ല പവറുള്ള ആളായിരുന്നു. അപ്പോൾ റോമൻ എംപയർ അങ്ങയുടെ ക്രിസ്ത്യ സഹോദരങ്ങളെ സഹായിക്കൽ കൊണ്ട് യമനിലെ യഹൂദി ഭരണത്തിക്ക് എന്നേക്കുമായി അന്ത്യം വരുത്തി. അതേ യഹൂദികൾ ഇന്ന് ഫലസ്തീൻ ഗസയിൽ നിന്ന് മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേ ക്രിസ്ത്യൻകളാണ് ആ യഹൂദിമാരെ സപ്പോർട്ടാക്കുന്നത്. യഹൂദിയും ക്രിസ്ത്യനും ഒന്നായ കാരണം ഇനി വരുന്ന വീഡിയോയിൽ പറയാനുണ്ട്. സോ സബ്സ്ക്രൈബ്. യമനിലെ യഹൂദി ഭരണത്തെ തകർക്കാൻ അവർ ആടിമനായിരുന്നു അയച്ചത്. അവന്റെ പേരാണ് അബ്രഹാം. അവന് 100,000 സൈന്യവുമായി പോയി യഹൂദി ഭരണത്തെ ആക്രമിച്ചു. ഇതിനുശേഷം അബ്രഹാം ഏറ്റവും ശക്തനായി, ഒപ്പം യമനിനെ സ്വന്തമാക്കി അബുഷയിൽ നിന്ന് വേർപ്പെടുത്തി. ഇതിൽ അബുഷയുടെ രാജാവിനിക്ക് വളരെ ദ്വേഷം വന്നു. വീണ്ടും ഒരു സൈന്യത്തെ അയച്ചു. പക്ഷേ ഇത്തവണ അബ്രഹാമിനെതിരായി യുദ്ധക്ക് പോകുന്ന അർദ്ധവഴിയിൽ അവരുടെ ജനറൽസുകളെ കൊലപ്പെടുത്തുകയും അബ്രഹാമിന്റെ മുന്നിൽ ഹാജരാക്കുകയും അബ്രഹാമിന്റെ സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തു. ഇതിനുശേഷം അബ്രഹാം ഏറ്റവും ശക്തനായി. അറബ് മുഴുവനും അദ്ദേഹത്തെ സ്വാധീനം പറഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിൽ ഒഴികെ എല്ലാ വർഷവും അറബിൽ നിന്ന് ആയിരക്കണക്കിന് മനുഷ്യന്മാർ മക്കയിൽ കഅബയെ തവാഫ് ചെയ്യാൻ പോകുമായിരുന്നു. ഇത് അറിഞ്ഞ് അബ്രഹാം ചിന്തിച്ചു, വാട്ട്സ് ദ ബിഗ് ഡീൽ, ദാറ്റ്സ് മേക്ക് വൺ ട്രൂ. അബ്രഹാം അവന്റെ തലസ്ഥാനമായ സലഹിൽ ഒരു വലിയ ചർച്ച് നിർമ്മിച്ചു. ആ ചർച്ച് ലോകത്തിന്റെ മുത്തുരത്നങ്ങൾ കൊണ്ടായിരുന്നു നിർമ്മിച്ചത്. ആ ചർച്ച് അറബികളുടെ ഏറ്റവും ഗാംഭീര്യവും മനോഹരമായിരുന്നു. അറബികൾ അതുപോലത്തെ ചർച്ച് അതിന്റെ മുമ്പ് കണ്ടിരുന്നില്ല. പക്ഷെ ആരും അതിനെ ആരാധിക്കാൻ പോയുമായിരുന്നു. അറബികൾ അതേ പതിയെ കഅബയെ ആരാധിക്കാൻ പോവുമായിരുന്നു. ചില കാരണങ്ങൾക്ക് വേണ്ടി ഇത് ഇത്രയെല്ലാം ചെലവിട്ടതിനു ശേഷം അബ്രഹാം കീഴടങ്ങിയപ്പോൾ ഹി ഹാസ് ഓൺലി വൺ ഓപ്ഷൻ. അബ്രഹാം 60,000 പേരടങ്ങുന്ന സൈന്യത്തെ ശേഖരിക്കുകയും കഅബയെ ആക്രമിക്കാൻ തയ്യാറായി. ആക്രമണത്തിന് വേണ്ടി അബ്രഹാമിന്റെ കൂടെ കുറച്ച് ആനകളെയും വിളിച്ചു കൊണ്ടുപോയിരുന്നു. അറബികൾക്ക് അറിയുമായിരുന്നു അബ്രഹാമിന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ സാധിക്കില്ലെന്ന്. എങ്കിലും ചില ഗോത്രക്കാർ യുദ്ധം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അബ്രഹാം വ്യക്തമായി പറഞ്ഞു, രക്തം ചൊരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കഅബയെ മാത്രം തകർക്കാൻ ആഗ്രഹിച്ചു വന്നവനാണ്. കഅബയെ വിട്ട് ഇവന്റെ തലസ്ഥാനയിൽ വരാൻ വേണ്ടി. പിന്നീട് ചുറ്റുമുള്ള പ്രദേശത്ത് കൊള്ളടക്കുകയും അബ്രഹാം മക്കയുടെ ചീഫിന് വരാൻ പറഞ്ഞു. അബ്ദുൽ മുത്തലിബ് വന്ന് പറഞ്ഞു, നീ എന്റെ കുറച്ച് ഒട്ടകങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്, നീ അതിനെ തിരിച്ചുതാ. അപ്പൊ അബ്രഹാം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ വിചാരിച്ചു നീ വളരെ ധീരനാണെന്ന്, പക്ഷെ നിനക്ക് നിന്റെ ഒട്ടകത്തെ ടെൻഷനാണല്ലേ? അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ എന്റെ ഒട്ടകത്തെ ഉടമയാണ്, ഈ കഅബയുടെ ഉടമയും നീയും തീരുമാനിച്ചാൽ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ ഇത്ര പറയട്ടെ, ഇന്ന് വരെ ആർക്കും ഈ കഅബയെ തകർക്കാൻ സാധിച്ചിട്ടില്ല. അടുത്ത ദിവസം അബ്രഹാം അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചു. അവന്റെ ആനകൾ അർദ്ധവഴിയിൽ നിന്നുപോയി. ഒരുപാട് ശ്രമിച്ചിട്ടും അത് അനങ്ങില്ല. അതേ സമയത്ത് ആകാശത്തിൽ നിന്ന് പക്ഷികൾ വരികയാണ്. അതിന്റെ വായിൽ കല്ലുകൾ ഉണ്ടായിരുന്നു. അതുപോലത്തെ പക്ഷി അതിന് മുമ്പും അതിന് ശേഷവും ആരും കണ്ടിരുന്നില്ല. അത് അബ്രഹാമിന്റെ സൈന്യത്തെ ലക്ഷ്യം വെച്ച് കൊല്ലുകയായിരുന്നു. ഇതിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് ആ കല്ല് സാധാ കല്ലുകളായിരുന്നില്ല, അത് തീയുടെ കല്ലുകളായിരുന്നു.
ആ കല്ല് അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ പെടപ്പെടക്കൽ കൊണ്ട് മാംസത്തോടു കൂടെ കല്ലിന് എറിയുമായിരുന്നു. ആ സമയത്ത് അവരുടെ ശരീരത്തെ എല്ലുകൾ പോലും കാണുമായിരുന്നു. ഈ അക്രമത്തിൽ അബ്രഹാമിന്റെ 60,000 സൈന്യം തകർന്ന് നാശമാവുകയും ചെയ്തു. ഇതിനെയാണ് ഖുർആന്റെ സൂറത്തുൽ ഫീലിൽ പറഞ്ഞത്, കഅബ തകർക്കാൻ ആനയുമായി വന്ന കൂട്ടരോട് തങ്ങൾ റബ്ബ് എന്ത് ചെയ്തതെന്ന് തങ്ങൾ കണ്ടിട്ടില്ലേ? അവിടെ എല്ലാ കുതന്ത്രങ്ങളെയും വിഫലമാക്കില്ലയോ? അവർക്കെതിരായി അല്ലാഹു തആല പക്ഷികളെ പറഞ്ഞയച്ചു. ആ പക്ഷികൾ ചൂട് കല്ലുകളെ അവിടെ മേൽ എറിഞ്ഞു. അങ്ങനെ അള്ളാഹു അവരെ ചവച്ചിറക്കപ്പെട്ട പുല്ലിനെ പോലെയാക്കി. ഈ യുദ്ധത്തിന് ശേഷം ഖുറൈശികളുടെ വിഷയം അറബ് മുഴുവനും വ്യാപകമായി. പിന്നീട് ഖുറൈശികൾ അറബ് മുഴുവനിൽ പുതിയ ഭരണാധികാരി ഉയർന്നു വന്നു. അങ്ങനെ 1,00,000 കണക്കിന്റെ ആൾക്കാർ കഅബയെ തവാഫ് ചെയ്യാൻ വരാൻ തുടങ്ങി. പിന്നീട് എല്ലാ വർഷവും അതേ വർഷം ആ സമയത്തിൽ അവിടെ ഉത്സവം നടക്കാൻ തുടങ്ങി. അങ്ങനെ മക്കയുടെ ആൾക്കാരുടെ സമ്പത്ത് ഇരട്ടിയും 3 ഇരട്ടിയും ആകാശത്തോട് ഉയരാൻ തുടങ്ങി. ഒരു ദിവസം ഇറാനിൽ ഏറ്റവും വലിയ ആഴത്തിൽ തീ കത്തിക്കൊണ്ടിരുന്നു. അത് അടങ്ങിപ്പോയി. അന്ന് മക്കയിൽ യതീമായ അനാഥമായ ഒരു കുട്ടി ജനിച്ചു. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സബ്സ്ക്രൈബ്.